ഞാനും അപർണയും ഷിജിനും കൂടി നൈറ്റ് ഒന്ന് കൊച്ചിയിലൊന്ന് കറങ്ങാനായിട്ട് വന്നതാണ്. അപ്പോൾ നൈറ്റ് നമ്മൾ എവിടെയൊക്കെ പ്ലാൻ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, അതേ കണക്ക് തന്നെ കടമക്കുടിയോ അവിടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഫോർട്ട് കൊച്ചിയാണ് നമ്മൾ വന്നത്. നമ്മൾ 9:30 കഴിഞ്ഞ് 10 മണി സമയത്താണ് വന്നത്. അപ്പോൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. ഫാമിലി ഒരുപാട് പേരുണ്ടായിരുന്നു. പണ്ട് ഞാനൊരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഇതൊക്കെ അത്യാവശ്യം നൈറ്റ് നല്ലോണം എക്സ്പ്ലോർ ചെയ്യുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷേ അവിടെ നിന്ന് ആ ഒരു സമയത്ത് നിന്ന് ഇപ്പോൾ നല്ല രീതിക്ക് വ്യത്യാസമുണ്ട്. പൂച്ചകൾ നമ്മൾ തുറച്ച് നോക്കി, മീനുകളുണ്ട്. സോ ഒരുപാട് കടകൾ അടച്ച്. പിന്നെ നല്ല ഫോട്ടോ എടുക്കാൻ പറ്റുന്ന നല്ല സ്ഥലങ്ങളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ക്യാമറയിൽ ഈ ലെൻസ് ക്യാമറയുടെ പ്രൊട്ടക്ഷൻ ഇട്ടിരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം നല്ലോണം എടുക്കാൻ പറ്റില്ല. ഇവരെല്ലാവരും കൂടി നല്ല എഡ്യൂക്കേഷണൽ ആൾക്കാരായതുകൊണ്ട് ഇവർ ഓരോരോ കാര്യങ്ങൾ നല്ലോണം നോക്കി സ്റ്റഡി ചെയ്താണ് പോയിക്കൊണ്ടിരുന്നത്. കാര്യം ഈ സ്ഥലങ്ങളിലൊക്കെ അത്യാവശ്യം നല്ല വിഷ്വൽസ്, കാരണം എൻ്റെ ഒരു ഷെയ്ഡ് വരുന്നുണ്ട് ലൈറ്റ് വരുന്ന സമയത്ത്, അത് ക്യാമറയുടെ ഇതാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മറ്റേ പാനിപ്പൂരി അല്ലല്ലോ, മസാലപ്പൂരി കഴിച്ചു. ഷിജിൻ കഴിച്ചില്ല, ഞാനും അപർണയും കൂടി കഴിച്ചു. ഒന്ന് മേടിച്ചു, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. ആ സമയത്താണ് ഷിജിൻ പറഞ്ഞത് അവരെ കൈ അദ്ദേഹം ഉണ്ടാക്കിയ കൈ കൊണ്ടാണ് എടുത്തു തന്നത്. അപ്പോൾ നമ്മൾക്ക് ചെറുതായിട്ട് മനസ്സുകൊണ്ട് പഠിച്ചു. പിന്നെ നേരെ നടന്ന് വിഷ്വൽസ് കണ്ട് ഇങ്ങനെ വന്ന സമയത്താണ് ഇത് മേടിച്ചില്ല, ചുമ്മാ ഫോട്ടോ എടുത്തേ ഉള്ളൂ. കുറച്ച് പേര് വെള്ളം മേടിച്ചു. അത് കഴിഞ്ഞിട്ട് ഈ ആഹാരം കഴിക്കാനായിട്ട് നമ്മളൊരിടത്ത് കയറിയൊരു കഥയുണ്ട്. ഇത് ഇവിടെ കയറാനായിട്ട് നല്ലൊരു സ്റ്റോറിയുണ്ട്. അത് അവസാനം ഒരു വിഷ്വൽ കാണുമ്പോൾ ചെറുതായിട്ട് കണക്റ്റാവും. ആദ്യം ഇത് കണക്ക് തന്നെ മൾട്ടിപ്പിൾ ഫിഷ് സീ ഫുഡിൻ്റെ ഇത് മേടിച്ചു. പിന്നെ നമ്മൾ ചപ്പാത്തി മേടിച്ചു. പിന്നെ ഒരു ചിക്കൻ കറി മേടിച്ചു. ഈ ഫിഷിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സത്യം പറയുകയാണ്, ആ എമൗണ്ടിന് അറൗണ്ട് 400 രൂപയായുള്ളൂ അതിന്. ഈ ചിക്കൻ കറി സത്യം പറഞ്ഞാൽ നല്ല വേസ്റ്റായിരുന്നു. ഞാൻ വിചാരിച്ചു വലിയ എമൗണ്ട് ആവത്തില്ല, നല്ല ടേസ്റ്റ് കിട്ടുമെന്ന് പറഞ്ഞ് ചിക്കൻ കറി മേടിച്ചത്. ചിക്കൻ കറി അട്ടർ ഫ്ലോപ്പായിരുന്നു. അവിടെ ഇരിക്കുന്ന കാപ്പിയില്ലേ, അത് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അവസാനം കഴിച്ചു കഴിഞ്ഞു, കൈ കഴുകി. അതേ കണക്കല്ല അവിടെ ജിറാഫും കാര്യങ്ങളും എല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഇതിൻ്റെ പേര് നമ്മുടെ ഹോട്ട്സ്പോട്ട് എന്നുള്ള സ്ഥലമാണ്. അതായത് ഇതിൻ്റെ അടുത്ത് തന്നെയാണ്, നമ്മുടെ ഫോട്ടോസിൻ്റെ അടുത്ത് തന്നെയാണ്. വാഷ്റൂം ഒരു കഥയുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഷിജിൻ നമുക്കെല്ലാവർക്കും നല്ല ഐസ്ക്രീം ഓഫർ ചെയ്തു. ഞാൻ ചോക്ലേറ്റ് പ്രേമി ആയതുകൊണ്ട് എനിക്ക് ചോക്ലേറ്റ് മാത്രം മതിയായിരുന്നു. വ്യത്യസ്തമായ ഫ്ലേവർ നോക്കാനായിട്ട് ഷിജിൻ പറഞ്ഞു. പക്ഷേ ഞാൻ ചോക്ലേറ്റുമായിട്ട് ബീച്ചും കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നു. എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് നടന്നു തുടങ്ങി. എല്ലാവരും തന്നെ ഫോട്ടോ ചെയ്തു. രാത്രി അക്ഷയ് സാറ് രാത്രി 10-11 മണിയത്തെ ആ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് എന്തോ അവിടെ ഇങ്ങനെ കറങ്ങി നടന്ന് ഒരുപാട് ഫോട്ടോ ഉണ്ട്. പക്ഷേ ഫോണിൻ്റെ ചാർജ് ആകെ പ്രശ്നമായിരുന്നു. ചാർജ് ഫുള്ളാക്കിയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബിലാലിക്കയുടെ വീടും കണ്ട് നമ്മൾ തിരിച്ച് നൈറ്റ് യാത്രയായി. നൈറ്റ് ഒരു 1-1:30-2 മണിക്ക് എന്തോ തിരിച്ച് വന്നു. അങ്ങനെയാണ് ഞാൻ നാട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ വന്നത്. 4 മണിക്ക് തന്നെ വെച്ച് പിടിച്ചു. റോഡ് നല്ല ഓക്കെ ആയിരുന്നതുകൊണ്ട് പറന്നൊരു വക്രക്കമായിരുന്നു. ആകെ അപർണയുടെ വീട്ടിൽ അപർണ ആക്കി പോകാൻ നേരത്ത് മാത്രം ഒന്ന് കറങ്ങിത്തിരങ്ങി വന്നു. രാവിലെ 8-8:30 സമയത്ത് തന്നെ നമ്മൾ തിരിച്ച് കൊല്ലം റീച്ച്.